നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും ഈ എളിയ മനുഷ്യൻ്റെ ഈ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ്, സാർ എന്റെ ഭക്തി കൂട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എത്ര നോക്കിയിട്ടും എന്റെ ഭക്തി അങ്ങോട്ട് കൂടുന്നില്ല, അചഞ്ചലമായിട്ടുള്ള ഭക്തി വരുന്നില്ല. എന്തുകൊണ്ടാണ്? മനസ്സേകാഗ്രമാക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? പലർക്കുമുള്ള ടെൻഷൻ, ഒരുപാടുള്ള ആൾക്കാർക്ക് ഉള്ള ഏറ്റവും വലിയ അതിശയോക്തിയുള്ള ഒരു കാര്യമാണിത്. കാര്യം ഭക്തിയിലേക്ക് വരാൻ, ഭക്തി എന്ന് പറഞ്ഞ പ്രേമമാണ്, സ്നേഹമാണ്, ഐശ്വര്യമാണ്, ചൈതന്യമാണ്. ഒക്കെ പറയുന്ന പോലെ എല്ലാ ആൾക്കാരും പറയും പോസിറ്റീവ്നെസ് ആണ്, ഒരു എനർജിയാണ് ഭക്തി. ഭക്തി എല്ലാത്തിലും ഉണ്ട്. എല്ലാം ഭക്തി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലഹരിയാണ്. ലഹരി, ഒരുപാട് സാധനങ്ങളിൽ ലഹരിയുള്ളവരുണ്ട്. പാട്ടെഴുതുന്നതിൽ ലഹരി, ഞാൻ അങ്ങനെയുള്ള ഒരു ലഹരിക്കാരനാണ്. ചില ആൾക്കാർ ജ്യോതിഷത്തിൽ ലഹരി, ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ കാര്യത്തിലായിരിക്കും ലഹരി. അപ്പൊ അങ്ങനെയുള്ള ഭക്തി അല്ലെ ഈശ്വരാധീനം, ദൈവാധീനം, നല്ലൊരു രസമായിട്ടുള്ള ഒരു കമന്റാണ്. സാർ എനിക്ക് ഭക്തിയില്ല, ഭക്തി കൂട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? വിദഗ്ധമായ ഐശ്വര്യമായതും വിജ്ഞാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഭക്തി കൂട്ടാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. നമ്മളിൽ ഉള്ളിലുള്ള ആളിനെ നമ്മൾ തന്നെ അറിയുക. ആർക്കും, ഒരുപാട് ആൾക്കാര് ഞാൻ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ കോടാനുകോടി ശങ്കരാചാര്യര് പോലും ഞാൻ ആര്, ഞാൻ എന്ത്, നിങ്ങൾ തന്നെ ഇരുന്ന് ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കൂ. ഞാൻ ആര്, ഞാൻ എന്ത്, ഞാൻ എന്താണ് പ്രവൃത്തി ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ഞാൻ ആര് എന്നുള്ളത് നമ്മളെ തന്നെ അറിയണം. അതാണ് ആദ്യത്തെ ഭക്തിയുടെ ഒരു മാർഗം. ഞാൻ ഏതു മാർഗത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ പ്രേമം, സ്നേഹം, ഇഷ്ടം, ഭക്തി ഉണ്ടാവുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ കാലഘട്ടമാണ് കലിയുഗം. എന്ന് കൊല്ലും കൊലയും മാത്രം നടക്കുന്നതും, ആൾക്കാരെ വഞ്ചിക്കുന്നതും ചതിക്കുന്നതും, സാമ്പത്തികത്തിനും മറ്റു കാര്യത്തിനും വേണ്ടിയൊക്കെ വലിച്ചഴക്കുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമായി ഈ കലിയുഗത്തിൽ ഈ ചോദ്യത്തിന് പ്രസക്തി അങ്ങേയറ്റമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഒരാൾ അങ്ങനെങ്കിലും ചോദിച്ചല്ലോ. ആ ഭക്തി പറഞ്ഞ ആദ്യം നമ്മൾ സ്വയാർജിത സ്വഭാവത്തോടു കൂടി ഏകാഗ്രത ആദ്യം പാലിക്കാൻ ശ്രമിക്കണം. ശ്രമമാണ്, ഏതൊരു കാര്യത്തിന്റെ ശ്രമമാണ്. ഞാൻ ഇന്നയാളാകണമെന്ന് തീരുമാനിച്ചാൽ, ഞാൻ തന്നെ തീരുമാനിച്ചാൽ അത് തന്നെയാകും എന്ന് പോലും പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി അഹോരാത്രം നമ്മൾ പണിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ഭക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ ചെന്നാൽ സ്ത്രീകളെയൊക്കെ നോക്കണം, അണിഞ്ഞൊരുങ്ങി 101 പവന്റെ ആഭരണവും ഇട്ട് എന്നെ 10 പേര് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വരുന്ന സ്ത്രീകളുണ്ട്. ശുദ്ധവൃത്തിയോടും പരമഭക്തിയോടും വരുന്ന സ്ത്രീകളുണ്ട്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ദേവപ്രശ്നത്തിന്, ശബരിമലയിലൊക്കെ ദേവപ്രശ്നത്തിന് പങ്കെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഗുരുവായൂരൊക്കെ ഒരുപാട് ദേവപ്രശ്നം നടന്നിട്ടുണ്ട്. അവിടൊക്കെ അവസാനം ഒരു ഒഴിവ് നോക്കും. ഈ ഒരു വർഷം ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ട്
അല്ലെങ്കിൽ ഇത്രയും കാലത്തിനിടയിലുള്ള സമയത്ത് ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ട് അതിനൊരു സ്ഫുടമുണ്ട്. ആ സ്ഫുടം കണക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എത്ര പേര് അവിടെ ചെന്നിട്ടുണ്ട് ഭഗവാൻ ഇഷ്ടപ്പെട്ടിട്ട്. അല്ലെ എത്ര പേര് വിരളെണ്ണാൻ പോലും ഇന്നു വരെ ഒരു കേരളത്തിലെ ഏതൊരു ക്ഷേത്രത്തില്, ഞാനോട് ഉൾപ്പെടെ പോയിട്ടുള്ള ക്ഷേത്രത്തില് ഒന്നോ രണ്ടോ പേര് വിരലെണ്ണാൻ പോലും ഉള്ള ആള് ഭഗവാൻ ഇഷ്ടപ്പെട്ട് ചെന്നിട്ടില്ല. പക്ഷെ എല്ലാരും ഗുരുവായൂര് പോകുന്നുണ്ട്, ചോറ്റാനിക്കര പോകുന്നുണ്ട്, കൊടുങ്ങല്ലൂര് പോകുന്നുണ്ട്. പിന്നെ ചില ആൾക്കാരൊക്കെ ഭക്തി മൂത്താലും ഭ്രാന്താണെന്നാ പറയുന്നത്. കൊടുങ്ങല്ലൂർ ഒന്നോ രണ്ടോ പ്രാവശ്യം പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മ കൊടുങ്ങല്ലൂരെ അവരുടെ ശരീരത്തിലാണെന്നാണ് പറയുക. ചുറ്റുളകരെ പോയി കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലാണെന്നാണ് പറയുക. അമ്മയ്ക്ക് കുടികൊള്ളാൻ വേറെ എങ്ങും സ്ഥലമില്ലേ? അമ്മ കുടിയിരുത്തിയിരിക്കുന്ന ചെട്ടുളങ്ങരയല്ലേ? കോടിമന്ത്രം ഭ്രാന്തിന് തുല്യമാണെന്ന്. അപ്പൊ ഈ ചോദിച്ചാളിന് ഭക്തി വരുന്നില്ല എന്നാണ്. ആ ഭക്തി വരുത്തണം. വരാത്ത സാധനം നമ്മൾ വരുത്തിയെടുക്കണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിനാണ് ഏകാഗ്രമായിട്ട് നിങ്ങൾക്ക് ഏത് സാഹചര്യമാണോ ഏകാഗ്രം. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ആസനങ്ങളൊക്കെ ചെയ്യണം. ഓരോ ആസനങ്ങളുണ്ട്. ചമ്രം പടഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ഭക്തിയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ വ്യതിയാനങ്ങൾ അനുസരിച്ച് നമുക്ക് സ്വസ്ഥമെന്ന് തോന്നുന്ന ഇരിപ്പിടമാണ് ആസനം. അല്ലാതെ യോഗാസനത്തിൽ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇത്തിരി വണ്ണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കാലും വെച്ച് ഏറ്റവും അഴിക്കാൻ വയ്യാത്ത പോലെ ചില സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ പിന്നെ അടുത്തുള്ള വൈദ്യന്മാരോ ഡോക്ടർമാരോ വന്ന് വേണം അഴിച്ചു കൊടുക്കാൻ. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുന്ന, അല്ലെ നമുക്ക് സുഖമായിട്ടിരിക്കാവുന്ന ഒരു ആസനം നമ്മൾ തിരഞ്ഞെടുത്ത് അതിൽ ഏകാഗ്രത കുറച്ച് പാലിച്ച് നന്മയുടെ വിഷയങ്ങൾ മാത്രം ചിന്തിച്ച് ഇനിയും ആരെയും ഞാൻ ദ്രോഹിക്കില്ല, എനിക്ക് ദ്രോഹം വേണ്ട എന്നൊക്കെ എന്നിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പല ആൾക്കാരും പറയുന്നതുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല എന്നൊക്കെ. എന്നാലും 3/4% അവരുടെ മനസ്സിൽ ദ്രോഹം ഉണ്ടെന്നുള്ളത് നമുക്ക് 100% അറിയാം. അങ്ങനെ ദ്രോഹിക്കാതെ പ്രാണായാമമൊക്കെ ചെയ്താൽ കുറേയൊക്കെ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള ആസനത്തിലിരുന്ന് പ്രാണായാമം ചെയ്ത്, അത് കുംഭകര അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് പ്രാണായാമത്തിന് വിധികളുണ്ട്. അത് 16 ഉരു 36 ഉരു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പ്രിയ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഏറ്റവും നല്ലതാണ് ഉത്തമ ഭക്തി. വിഷ്ണു ഭക്തിക്ക് വേണ്ടി, ഭദ്രകാളി ഭക്തിക്ക് വേണ്ടി, അല്ലെങ്കിൽ ശൈവശാക്തി വൈഷ്ണവ ഭക്തിക്ക് വേണ്ടി, ശിവഭക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മന്ത്രമാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത്രയും പറഞ്ഞു വന്നിട്ട് അവസാനം ഇത് സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിക്കണ്ട. ഈ കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ ജപിക്കാവുന്ന ഒരേ ഒരു മന്ത്രം ഓം നമോ നാരായണായ. അത് വേണ്ട വിധം വിനിയോഗിച്ചാൽ ഒരു തുള്ളി കാണുമ്പോൾ നമുക്കൊന്നും തോന്നത്തില്ല, പല തുള്ളി പെരുവെള്ളമാകും എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഛന്ദസ് എന്ന് പറഞ്ഞാൽ സത്യനാരായണായ ഋഷി ദേവി ഗായത്രി ഛന്ദ, പരമാത്മാ ദേവത, പരമാത്മാവിനെ തന്നെ പൂജിക്കാൻ പരമാത്മാവ് വൈഷ്ണവം വിഷ്ണു നമ്മുടെ ഉള്ളിൽ നടമാടും. സംശയമില്ലാത്ത കാര്യമായി ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ ധ്യാനം സഹസ്ര പ്രഭമരിധരകൗ ഓദകീ പങ്കജാനി ദ്രാഗിഷ്ഠിർബാഹുദണ്ഡേ എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ധ്യാനവും ഗുരുമുഖത്തു നിന്ന് അറിയാവുന്ന ഒരു ഗുരുമുഖത്തു നിന്ന് പഠിക്കണമെന്നാണ് ഞാൻ കൂടുതലൊന്നും പറയാഞ്ഞ്. അപ്പം ഇതിന് പാർശ്വഫലങ്ങളും മറ്റു കാര്യങ്ങളും എന്തൊക്കെ, ഏതൊരു മന്ത്രത്തിനും പാർശ്വഫലങ്ങളുണ്ട്, അത് മനസ്സിലാക്കിയിരിക്കണം. അത് സൽമന്ത്രവാദമാണെങ്കിലും ദുർമന്ത്രവാദങ്ങളും എല്ലാത്തിനും പാർശ്വഫലങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു അഘോര ജപിച്ചു, അവസാനം നമ്മൾ എന്തിനാണ് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുക? നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനാണ്, അല്ലേ? നമ്മളെല്ലാം വീടിന് പെയിന്റ് എല്ലാം അടിച്ചു കഴിഞ്ഞാൽ അവസാനം ഒരു ഫിനിഷിംഗ് ഉണ്ട്. ആ ഫിനിഷിങ്ങിന് വേണ്ടിയാണ് ത്രംബകമജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിക ബന്ധന
മൃത്യുമുക്ഷീയമാമൃതാത് എന്ന് പറഞ്ഞ പോലുള്ള ഒരു മന്ത്രമാണ് ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ വെച്ചാൽ സാക്ഷാൽ ഏറ്റവും മഹാമുനിയായിരിക്കുന്ന നാരദ മഹർഷി പോലും മഹർഷിയാണ്. ഉത്തുംഗ ശൃംഗത്തിൽ എത്തി നിൽക്കുന്ന സംഗീതത്തിൽ പോലും സത്യം മാത്രം പറയുന്ന ആളായിരുന്നു നാരദൻ. പക്ഷെ ഇവിടെ പറയുന്ന അവിടെ പറയുന്നേ ഉള്ളൂ. എന്നോട് പറയുന്ന കാര്യം നിങ്ങളോട് വന്ന് പറയും, നിങ്ങളോട് പറയുന്ന കാര്യം എന്നോട് പറയും. പക്ഷെ അദ്ദേഹം സത്യവാനായിരുന്നു. അതാണ്, സത്യം മാത്രമേ പറയുകയുള്ളായിരുന്നു എന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്നത് കള്ളം പറയില്ലായിരുന്നു. അങ്ങനെ ഈ ഓം നമോ നാരായണ നിത്യം നിങ്ങൾ 108 തവണ ഇത്രയും പ്രാണായാമം ചെയ്ത് നല്ല ആസനത്തിലിരിക്കൂ. നിങ്ങൾക്ക് ഭക്തി വളരും. 100% സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ഹൃദയ ചൈതന്യത്തിൽ ഹൃദയ കമലത്തിൽ മഹാവിഷ്ണു തളിരിടും. സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഭക്തി, ഇച്ചിരി സ്നേഹം കൂടെ ഉണ്ടെങ്കിൽ, ആൾക്കാരുമായിട്ടൊക്കെ ഒരു സ്നേഹവും ദയയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളാകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും.